ഈശോമിശിഹായ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് ജയ ബിജു എന്നാണ്. എൻ്റെ മോന് 52 ദിവസം ഉണ്ടായിക്കഴിഞ്ഞാൽ 52 ദിവസം തൊട്ട് തുടങ്ങിയ പനിയാണ്. ഞങ്ങൾ എല്ലാ മാസവും ഹോസ്പിറ്റലിൽ പോവും. എല്ലാം ഈ 28-ാം തീയതി ഒരു പനി വന്നാൽ പിറ്റേ മാസവും അവന് 28-ാം തീയതി 7 ദിവസം 8 ദിവസം പനിയാണ്. അങ്ങനെ അവന് 10-12 വയസ്സാകുന്നു. ഞാൻ 2003 വന്ന ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ പനിയും അസുഖങ്ങളുമാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത്. 2023 ഉടമ്പടി വെച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായും മാതാവ് മാറ്റിത്തരണമെന്നായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം ഉടമ്പടിയിൽ വെച്ചതിന് ശേഷം ചെറിയ ചെറിയ പനികൾ വന്ന് അത് തീർത്തും അസുഖം ഭേദമായി. ഞങ്ങൾ ഇന്ന് കൊച്ചിന് 13 വയസ്സായി. ഇന്നേ വരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടേ ഇല്ല. ഒരു ചെറിയ പനി വന്ന അന്നേരം ഞാൻ പറയും കുഞ്ഞിന് ഉപ്പും തേനും അത് കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ മെഡിസിൻ നോക്കുകയുള്ളൂ. അവന് കാലേ ഒരു ഞരമ്പ് പോലും കിട്ടാതെ കാലേ വരെ ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. ഞരമ്പ് കൈകളിലൊന്നും കിട്ടാതിരുന്നിട്ട് അതുപോലെ പനിയായിരുന്നു. 103-102 ഡിഗ്രി പനി. ആ പനി 7 ദിവസവും നിൽക്കും എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഒരാഴ്ച ഹോസ്പിറ്റലിൽ പോവും, പിറ്റേ മാസം അതുപോലെ ഹോസ്പിറ്റലിൽ പോവും. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവും. ഞങ്ങൾ പോകാത്ത ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കൊച്ചിനെയും കൊണ്ട് പോകാത്ത ഒരു ഹോസ്പിറ്റലും ഞങ്ങളില്ല. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇന്നേ വരെ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ പനിക്ക് പോലും ഞാൻ എപ്പോഴും കുഞ്ഞിന് രാവിലെ സ്കൂളിൽ പോകുമ്പോഴും ഞാൻ എണ്ണ തേച്ചും ആ തേനും ഉപ്പും എല്ലാം കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുത്താണ് വിടുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിന് പനി അസുഖങ്ങളൊന്നുമില്ലാതെ തമ്പുരാൻ്റെ കൃപയാൽ എപ്പോഴും മുന്നോട്ട് പോകുന്നു. അതുപോലെ എൻ്റെ മോൾക്ക് 5 വർഷം മേളിലായി തലവേദനയാണ്. രാവിലെ ഹസ്ബൻഡ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് കൊടിഞ്ഞിയുടെ അസുഖം മൈഗ്രെയിൻ എന്ന് പറഞ്ഞു മരുന്ന് പിടിയുന്നിടത്ത് എല്ലായിടത്തും കുഞ്ഞിനെയും കൊണ്ട് പോകുമായിരുന്നു. എങ്ങനെ പോയാലും അവൾക്ക് ആ തലവേദന അവളിൽ നിന്ന് വിട്ടുമാറുന്നേ ഇല്ലായിരുന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടിയിൽ അതും വെച്ചു. എൻ്റെ കുഞ്ഞിന് തലവേദന മാറ്റി കൊടുക്കണമെന്ന് മാതാവിനോട് അപേക്ഷിച്ചു. ഞാൻ അവൾക്ക് രാവിലെ സ്കൂളിൽ പോകുമ്പോഴും എണ്ണയും തേക്കും. അതുപോലെ ഇവിടുത്തെ ഉപ്പും തേനും ഒക്കെ കൊടുത്താണ് കുഞ്ഞിനെയും പറഞ്ഞു വിടുന്നത്. അവൾക്കും തലവേദന നല്ലതായിട്ട് കുറവുണ്ട്. ഇപ്പോൾ അവൾക്ക് പരീക്ഷ എഴുതുന്നതിനോ സ്കൂളിൽ പോകുമ്പോഴോ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അതുപോലെയാണ് എൻ്റെ കാലിലെ അണിവിരലിൽ 2 വിരൽ എപ്പോഴും പഴുത്തുകൊണ്ടേയിരുന്നു. 3 വർഷമായിട്ട് എൻ്റെ വിരലിൽ അങ്ങനെ പഴുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഷൂസ് മാറി നോക്കി, ചെരുപ്പ് മാറി നോക്കി, മെഡിസിൻ എപ്പോഴും ഹസ്ബൻഡ് എപ്പോഴും മേടിച്ചുകൊണ്ട് വരും. ഓരോ മെഡിസിൻ മാറി മാറി മേടിച്ചുകൊണ്ട് വരും. പക്ഷേ ആ അണിവിരൽ എപ്പോഴും പഴുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞാൻ നമ്മുടെ ദിവ്യമായ ആ ഉപ്പ് കാലേ തേച്ച് എനിക്കെന്തോ തോന്നി അത് തേക്കണം എന്ന് തോന്നി. ഞാൻ ആ ഉപ്പ് തേച്ച് തന്നെ ആ 3-4 ദിവസത്തിനുള്ളിൽ എനിക്കത് പൂർണ്ണമായും മാറിക്കിട്ടി എന്നുള്ളതാണ്. മാതാവിന് 1000 നന്ദി. അതുപോലെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 6 മാസം മിച്ചം മേളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ മാഷ് ചോദിക്കുകയും ചെയ്യും, നിന്നെ എത്ര ദിവസമായി പഠിപ്പിക്കും, നീ എന്താ പഠിക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വൈകിട്ടും വിഷമിക്കുന്നു. എനിക്ക് പേടിയാണ്. അവിടുത്തെ വണ്ടിയെ കയറുമ്പോൾ തന്നെ പേടിയാണ്, വീഴുവോ എന്നുള്ള പേടിയാണ്. പക്ഷേ ഞാൻ മാഷിനോട് പറഞ്ഞു എന്നാണേലും എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകണേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ എൻ്റെ മാതാവിൻ്റെ ദിവ്യമായ ഉപ്പ് അവിടെ വെതറി. എനിക്ക് എങ്ങനെ ഞാൻ അത് പാസ്സായി വന്നു എന്നുള്ള പോലും എല്ലാവർക്കും അതിശയമായിരുന്നു. ഞാൻ ഇപ്പോൾ അതിൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്നെ ഈ ടെസ്റ്റിൽ പാസ്സാക്കണമെന്ന് തന്നെ പ്രാർത്ഥിച്ചു. മാതാവിനെ ഈസി ആയിട്ട് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കിട്ടി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ അപ്പോൾ ഓർത്ത് എല്ലാ മാസവും ഞാൻ ഹോസ്പിറ്റലിൽ പോകും. ആ ഒരു പൈസയ്ക്കുള്ളത് അതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് എന്നെല്ലാവുന്ന പോലെ ഞാൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കും. അതുപോലെ ഫ്രൂട്ട്സുകൾ കിട്ടുന്ന ആ ഒരു പൈസ ശേഖരിച്ച് ഞാൻ നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. അതുപോലെ നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ പ്രാർത്ഥിച്ച് തന്നെ ഓരോ കുഞ്ഞുങ്ങൾക്കും ഞാൻ കയ്യിൽ കൊടുക്കും. എല്ലാ അമ്മമാരോടും ഞാൻ പറയും, കുഞ്ഞുങ്ങളെ എത്രയും കാരുണ്യത്തോടെ നോക്കുന്ന അമ്മയാണ്. നിങ്ങൾ അമ്മയോട് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അമ്മയുടെ ഉപ്പ്, ഈ എണ്ണ അതെല്ലാം തൂത്തതിന് ശേഷം മാത്രം നമുക്ക് മരുന്ന് കൊടുത്താൽ മതി എന്ന് തന്നെ പറയും. കുഞ്ഞുങ്ങളെ പ്രത്യേകം എപ്പോഴും നോക്കുന്ന അമ്മയാണ്. അതുകൊണ്ട് അത് ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസനത്തിൽ നിങ്ങൾ പോകണം, നിങ്ങൾ ഉടമ്പടി എടുക്കണം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് അമ്മ മാതാവ് തന്നെ മാറ്റിത്തരുമെന്ന് ഞാൻ എല്ലാവരോടും പറയും. പത്രം കൊടുക്കുമ്പോഴും ഞാൻ പറയും, കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേക കാരുണ്യമാണ് അമ്മ അവിടെ തരുന്നത് എന്ന് ഞാൻ പറയും.
ഞാൻ കട്ടപ്പന വിമല ടെക്സ്റ്റൈൽസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇതുപോലെ ഒരു ദിവസം ഞങ്ങൾ പർച്ചേസിന് പോയിക്കൊണ്ടിരുന്നപ്പം അവിടുത്തെ മാഡമാണ് എന്നോട് പറഞ്ഞത്, മോളെ നീയും കുഞ്ഞിന് എപ്പോഴും ഇതുപോലെ അസുഖമാണ്. ഞാൻ 1 മാസത്തിൽ 8, 10, 12 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാണ് കുഞ്ഞിനെയും കൊണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ നീ ഇവിടെ കൃപാസനത്തിൽ പോകണം, ഞാൻ അവിടുന്ന് വണ്ടി വരെ വിട്ടു തന്നേക്കാം, നിങ്ങളെല്ലാവരും കൃപാസനത്തിൽ പോകണം, നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുണ്ട്, എല്ലാവർക്കും പെൺപിള്ളേരുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, വിദ്യാഭ്യാസം നോക്കണം, അതിനെല്ലാം ഉന്നമനത്തിലെത്തും, നിങ്ങൾ കൃപാസനത്തിൽ പോകണം, നിങ്ങൾക്ക് ഞാൻ വാഹനം വരെ വിട്ടു തരാം, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോകുമ്പം എല്ലാവർക്കും ഓരോ ഇതായിരുന്നു. എന്നാൽ പോലും ഞാൻ പറഞ്ഞു, ഞാൻ എന്നാണേലും അവിടെ പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പിറ്റേയാഴ്ച ഹസ്ബൻഡിനോട് പറയുകയും ഹസ്ബൻഡ് പറഞ്ഞു, അതിനെന്നാ നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇവിടെ വരികയും വന്ന അന്ന് തന്നെ എനിക്ക് ഫസ്റ്റിലെ ഉടമ്പടി എടുക്കാൻ പറ്റുകയും ആ ഉടമ്പടിയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇതെല്ലാം ഈ ആശുപത്രി കേസുകളും എല്ലാം വെച്ചതും. അതുപോലെ ഞാൻ പോയിട്ട് വന്നതിന് ശേഷം ആ കടയിലുള്ള മിക്ക സ്റ്റാഫുകളും 55-60 പേരുള്ള സ്റ്റാഫുകൾ ഒരു 10-40 പേരെങ്കിലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും വീട് വെച്ച് അവർക്ക് കയറി താമസിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അവർക്ക് കയറി താമസിക്കാനും എല്ലാ സൗകര്യവും അവർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വന്ന് ഉടമ്പടി എടുക്കുകയും പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥന വൈകിട്ട് ഞാൻ തിരി കത്തിച്ച് നാമം ചെല്ലും. ഞങ്ങൾ നാമം ചെല്ലിയതിന് ശേഷം ഞങ്ങൾ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. രാവിലെ 5:30 മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ 6 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള അരുളപ്പാടാണ് നാം ഇവിടെ കേട്ടത്. ഇവിടെ ഈ മകള് ജയ ബിജു തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി പൂജാതനായ രക്ഷകനായ ക്രിസ്തു എങ്ങനെയാണ് ഇന്ന് ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, സമാധാനത്തിൻ്റെ രാജാവ്, ഈ രാജാവ് ഇന്ന് എങ്ങനെ സകല കുടുംബങ്ങളെയും ഭരിക്കുന്ന, സകല ഹൃദയത്തിൻ്റെയും നാഥനാകുന്ന ക്രിസ്തു അനുഭവം ഇന്ന് ഓരോ മക്കൾക്കും കൈവരുന്നതും, തങ്ങൾ നാമം ചൊല്ലിയാൽ ഉടനെ പിന്നീട് തിരി കത്തിച്ച് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു കുടുംബം ഒന്നിച്ച്. അങ്ങനെ ഇന്ന് തൻ്റെ മകന് 13 വയസ്സോളമുണ്ട്. ആണോ? 13 വയസ്സുള്ള മകൻ. ഈ മകൻ്റെ ജനിച്ച് 52-ാം ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ 52 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഈ മകനുണ്ടാകുന്ന പനിയാണ്. അതൊക്കെ എത്ര ഡിഗ്രി പനി ഉണ്ടായിരുന്നു എന്നും വർഷങ്ങളായിട്ട് മാസത്തിൽ മിക്കവാറും ദിവസങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ താൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ പോകുമ്പോഴാണ് തൻ്റെ ടെക്സ്റ്റൈൽസിലെ ഉടമസ്ഥയായിട്ടുള്ള മാഡം പറയുന്നത് ഇങ്ങനെ കൃപാസനത്തെക്കുറിച്ചും. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ പിന്നീട് ഇന്ന് വരെ ഏകദേശം 2 വർഷം കഴിഞ്ഞു. ആണോ? അതെ അതെ, 2 വർഷം കഴിഞ്ഞു. ഇന്നിപ്പോൾ മകന് ഇങ്ങനെയൊരു അസുഖമില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം ഒക്കെ പൂശി പ്രാർത്ഥിക്കുന്നു, നേർച്ച വസ്തുക്കൾ ഈ മകന് കൊടുക്കുന്നു. ഇന്ന് ആരോഗ്യവാനായിട്ട് ഈ കുട്ടി ഇരിക്കുകയാണ്. പിന്നീട് അങ്ങനെ ഒരു പനി വരും, എന്നാൽ അതിന് അഡ്മിറ്റ് ആകേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത്രയേറെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഉടമ്പടിയിലൂടെ തൻ്റെ കുടുംബത്തിന് ലഭിക്കുന്നു. അതുപോലെ മകൾക്ക് 5 വർഷമായിട്ട് മകൾക്കുണ്ടായിരുന്ന തലവേദന കൊടിഞ്ഞി എന്നാണ് ഇവിടെ ഈ മകൾ പറയുക. അപ്പോൾ അത്രയേറെ തൻ്റെ മകളെയും കൊണ്ട് പല ഹോസ്പിറ്റലുകൾ നടക്കുന്നു, പിന്നീട് പച്ചമരുന്നിലേക്ക് പോകുന്നു. എന്നാൽ ഇന്ന് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന് ഇതൊന്നും തൻ്റെ മകൾക്കില്ല. അതുപോലെ 2 വർഷത്തിലേറെയായി തൻ്റെ കാലിൽ അനുഭവപ്പെട്ടിരുന്ന വ്രണം അതിപ്പോൾ തനിക്കില്ല. നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. താനും തൻ്റെ കുടുംബവും എന്താണ് ചെയ്യുന്നത്? ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തങ്ങൾ ചെയ്യുന്നതും, അതുപോലെ തനിക്കൊരു വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ എങ്ങനെ അത്
വണ്ടി ഓടിക്കാൻ തന്നെ ഭയമുള്ള മകള് പിന്നീട് എങ്ങനെ ടെസ്റ്റ് പാസ്സാകുന്നു, വെഞ്ചരിച്ച ഉപ്പിട്ട് താൻ അവിടെ പ്രാർത്ഥിക്കുന്നു. എന്താണ് ഈ വെഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ ഉടമസ്ഥതയിലല്ല, അതായത് ദൈവത്തിൻ്റെ ഉടമസ്ഥതയ്ക്ക് സമർപ്പിക്കുകയാണ്. അതാണ് ഈ വെഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുക. നമുക്ക് പറ്റാത്ത കാര്യമാണ്, അവിടെ ദൈവത്തിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ എന്നുള്ള അടിയറവ് പറച്ചിലാണ്. ദൈവത്തെ പൂർണ്ണമായും ഏൽപ്പിക്കുന്നു. അങ്ങനെ വിസ്മയനീയനായ ഉപദേഷ്ടാവായിട്ട് സത്യദൈവം വാണരുളുന്ന ഒരു സാക്ഷി അനുഭവം ഓരോ മക്കൾക്കും ലഭിക്കുന്നതാണ് നാം ഇവിടെ കേൾക്കുക. അങ്ങനെ ഇന്ന് തനിക്കും തൻ്റെ കുടുംബത്തിനും കിട്ടിയ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.